സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് രാവിലെ തന്നെ റെഡിയായി ഇങ്ങനെ വന്ന് വരാന്തയിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഏട്ടൻ എവിടേക്ക് എത്ര രാവിലെ എന്നൊക്കെ ചോദിച്ച് ആകാശം വരുന്നുണ്ട്. എടാ ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഇത്ര നേരത്തെ നേരമായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നത് കേട്ട് ആര്യം വരുന്നുണ്ട്, അനു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ മാമനും എല്ലാവരും കൂടെ നമ്മുടെ ആനന്ദിനെ അങ്ങോട്ടിട്ട് വാരാണ്. പാവം ആനന്ദ് ആകെ നാണം കെട്ട് ചൂടി ഇങ്ങനെ നിൽക്കണ്. ആ സമയത്ത് മീനാക്ഷി വരുന്നുണ്ട്. മീനാക്ഷി ചോദിക്കുന്നത് എന്താ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിലെ മീനാക്ഷി ഇവരെല്ലാവരും കൂടെ എന്നെ കളിയാക്കണ്, ഞാൻ നേരത്തെ റെഡിയായെന്ന് പറഞ്ഞിട്ട്. അത് ചേട്ടാ വേറൊന്നും കൊണ്ടല്ല. അതെ, എന്താ കാര്യം എന്നറിയോ, മാമന് ഈ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. മാമൻ ഇങ്ങനെ നിൽക്കണ്, സോറി അങ്ങനെയല്ല, മാമൻ പെണ്ണ് കെട്ടാണ്ട് ഇങ്ങനെ നിൽക്കണ്. മാമന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല, ആകാശിനുണ്ടായിട്ടില്ല, ആര്യന് ആയിട്ടില്ല. അപ്പം എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇപ്പോൾ ശരിക്കും ആനന്ദേട്ടന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരിങ്ങനെ കളിയാക്കണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിനെ കുശുമ്പെന്നൊക്കെ പറയുന്നപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലൻ വന്ന് പറയുന്നുണ്ട്, എന്തെങ്ങനെ നിൽക്കണം എല്ലാവരും, നിങ്ങൾ റെഡി ആവുന്നില്ലേ പോകാൻ വേണ്ടിയിട്ട്, വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ്. അതെ, നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ബാലനകത്തേക്ക് പോകുമ്പോൾ ആനന്ദ് പറയും, ഇപ്പം എനിക്ക് കൂടുതൽ സന്തോഷമായി, ഞാൻ നേരത്തെ അല്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ പെണ്ണ് കാണാം. അപ്പം മാമൻ പറയുന്നുണ്ട്, പെണ്ണ് കാണാൻ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ജിലേബിയും മിച്ചറൊക്കെ വാരി തിന്ന് ഒന്നും മിണ്ടാണ്ടിരിക്കരുത്, എല്ലാ കാര്യങ്ങളും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്നും ചോദിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആകാശ് വന്ന് പറയുന്നുണ്ട്, അതേ മിണ്ടാനുള്ളതൊക്കെ ഇപ്പോൾ മിണ്ടിക്കോ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാനൊരു അവസരമേ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു, മോൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനിങ്ങനെ പറഞ്ഞതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മിത്രയുടെ ഫോണിലേക്ക് മിഥുൻ വിളിക്കുന്നുണ്ട്. മിഥുൻ ഒരു മാളിൽ വന്ന് നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരാൻ പറയും. പറ്റുമോ നോക്കട്ടെ, വീട്ടിൻ്റെ അച്ഛൻ ഇപ്പോൾ വരും, പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും കൂടി മിഥുൻ സമ്മതിക്കാണ്ടായപ്പോൾ മിത്ര പുറത്തേക്ക് പോകാൻ റെഡിയായി വരുന്നുണ്ട്. ആ സമയത്ത് അമ്മയും ചെറിയമ്മയും വിടുന്നില്ല. മുത്തശ്ശിയും വന്ന് പറയുന്നുണ്ട്, അലോകും വന്ന് പറയും, നീ ഇവിടെ നിന്ന് ഒരിക്കലും പോവില്ല, എന്താ എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കണമെന്ന് വെച്ചപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ. ആ സമയത്ത് മുത്തശ്ശി കുറേ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ട്, മോളെ ദേഹം നമ്മുടെ ശരീരം നോക്കണം, ആപത്തൊന്നും വരരുത്, കല്യാണത്തിൻ്റെ ശോഭ മങ്ങരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി അങ്ങനെ മിത്ര അങ്ങനെ ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളി മുകളിലേക്ക് പോകും. അതേസമയം തന്നെ പിന്നെ കാണിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മിഥുനോട് പറയുന്നുണ്ട്, മിഥുൻ എനിക്ക് വരാൻ പറ്റില്ല, ഇവരെന്നെ വിടുന്നില്ല, നീ എനിക്കൊരു 2 ദിവസം സമയം തരണം എന്ന് പറയും. ഞാൻ അതിനുള്ളിൽ വീട്ടിൽ പറയാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ പറയുന്നത് ഞാനിതനുസരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരി, മരിക്കണോ ജീവിക്കണോ എന്നൊക്കെ നീ ആലോചിക്കുക, 2 ദിവസം കൂടി ഞാൻ സമയം തരാമെന്ന് പറഞ്ഞൊരു ഭാഗം കഴിയും. പിന്നീട് എല്ലാവരും നമ്മുടെ ദേവമംഗലത്ത് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് യാത്ര വണ്ടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാലൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ബാലനാണ്, നമ്മുടെ ബ്രോക്കറാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ ബാലേട്ടാ നിങ്ങൾ ഇറങ്ങണ്ട, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് നടപ്പോൾ എന്താന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ ഉണ്ടാവില്ല, അവർക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല, അവർക്ക് വേണ്ടാന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലൻ ആകെ വിഷമിക്കുന്നുണ്ട്. ആരാണ് ഫോൺ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതെ പെണ്ണിൻ്റെ വീട്ടുകാരവിടെ ഉണ്ടാവില്ല, അവർ വൈകിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആനന്ദ് പറയും, വൈകിട്ട് പോവാച്ചാ, അല്ലെങ്കിൽ തന്നെ അവർ ചെയ്തത് മര്യാദ അല്ലാത്ത കാര്യമാണ്, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ മാറ്റി വയ്ക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി വിഷമത്തോടെ ബാലൻ ചെന്ന് സോഫയിൽ ഇരിക്കുന്നതാണ്. ആനന്ദിന് സംശയം തോന്നും, അച്ഛൻ എന്തായാലും പറഞ്ഞത്, എന്തായാലും അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു വിഷമമൊന്നുമില്ല അച്ഛാ, നിങ്ങൾ വിഷമിക്കുന്ന ആണുങ്ങളാണ്, എനിക്ക് വിഷമമുള്ളൂ അച്ഛൻ, പറയാച്ചാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല മോനെ, അവർ വിചാരിച്ചത് ആകാശിനാണെന്നാണ്, രണ്ടാമത്തെ മോനാണ് വിവാഹം എന്നാണ്, മൂത്ത മോനല്ല എന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ്. അതെന്ത് മര്യാദ, ഇപ്പോഴാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്, എനിക്ക് അവരെ പോയി 10 പറയണം എന്നുണ്ടെന്നൊക്കെ നമ്മുടെ കോമതി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ആര്യനും ആകാശും മാമനും കൂടി അവരോട് ചോദിക്കാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആനന്ദ് പറയും, വേണ്ട ആരും ഒന്നും ചോദിക്കേണ്ട പ്ലീസ്, എനിക്ക് വേണ്ടി വഴക്കൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം തന്നെ അതന്നെ ധാരാളം, എനിക്ക് അത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി അറിയാച്ചാ പ്ലീസ് എനിക്ക് അയാളുടെ നമ്പറൊന്ന് തരണം, ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ എന്ന് പറയും. എന്തിനാന്ന് ചോദിക്കുമ്പോൾ താച്ച പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ വേഗം ബാലൻ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫോൺ വിളിച്ച് മീനാക്ഷി പെണ്ണിൻ്റെ അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. ഒരു നന്ദി പറയാൻ വിളിച്ചാണ്. അപ്പോൾ ആരും നോക്കുമ്പോൾ ഞാൻ കോമഡി സ്റ്റോഴ്സ് ബാലൻ്റെ 2ാമത്തെ മകൻ്റെ ഭാര്യ എന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. അതേ നിങ്ങളെപ്പോലെ മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന് എൻ്റെ ചേട്ടൻ രക്ഷപ്പെട്ടത് നന്നായി, ഞങ്ങളുടെ ചേട്ടനെ നിങ്ങളുടെ മോൾക്ക് കിട്ടാൻ യോഗമില്ല എന്ന് വിചാരിച്ചാൽ മതി, അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള എൻ്റെ ചേട്ടനെ നിങ്ങളെപ്പോലെ വാക്ക് മാറ്റുന്ന ഒരാളുടെ വീട്ടിലേക്ക് വരേണ്ടി വന്നില്ലല്ലോ, അതിന് നന്ദിയുണ്ട്,
എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മീനാക്ഷി അങ്ങോട്ട് അങ്ങോട്ട് ആദ്യം ക്ഷേപിക്കും. നിങ്ങളെന്നെ കളിയാക്കണമെന്നൊക്കെ ആ പെണ്ണ് ചോദിക്കും. കളിയാക്കല്ല സാർ, നിങ്ങളെപ്പോലെ മാന്യന്മാരെ ഞങ്ങളെന്തിന് കളിയാക്കണ്? അല്ലെങ്കിൽ തന്നെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്തിട്ടെന്നറിയോ? വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും, ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അവർക്ക് അവരതിനനുസരിച്ച് നടന്നോട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. അതെന്ന് പറയുന്നത് വിവേകം, വിവരം, ഇതൊക്കെ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്ത സാധനം എന്നൊക്കെ പറഞ്ഞ മീനാക്ഷി എന്തൊക്കെയോ പറഞ്ഞെന്നറിയില്ല. മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങിയതുള്ളായിരുന്നു ആ സമയത്ത്. ആര്യനും ആനന്ദിനും അതുപോലെ തന്നെ ബാലനും വരെ മീനാക്ഷിയോട് വളരെ സ്നേഹം തോന്നും. കാരണം അയാൾ അടിക്കുന്നതിന് തുല്യമായിരുന്നു അത്. അതിനുശേഷം നമ്മുടെ ആനന്ദ് വന്ന് പറയും നന്നായി, താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ആനന്ദ് പോകും. അപ്പോൾ ആ സമയത്ത് ചേച്ചി ഏട്ടത്തി ഇത് അയാളെ തല്ലിനേക്കാളും തുല്യമെന്നൊക്കെ പറയും. ബാലനാണെങ്കിലും നല്ല സന്തോഷമാവുന്നുണ്ട്, പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞൊരു തൃപ്തി. സൂപ്പറായി ചേച്ചി എന്ന് പറഞ്ഞ് അനുവും വന്ന് അഭിനന്ദിക്കുന്നുണ്ട്. സോറി അച്ഛാ, എനിക്ക് അപ്പോഴത്തെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും. അങ്ങനെ ബാലനോട് സോറിയൊക്കെ പറയാ സമയത്ത് ബാലൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഗോമതി മീനാക്ഷിനെ അഭിനന്ദിക്കുക. എൻ്റെ വിഷമമൊക്കെ പോയി മോളെ, സത്യം ഇപ്പം എൻ്റെ മനസ്സിൽ ഒരു വിഷമവും ഇല്ല, ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു, നീ ഞങ്ങളുടെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞ് ബാലൻ്റെ മുന്നിൽ വെച്ച് മീനാക്ഷിനെ ഇങ്ങനെ സ്നേഹത്തോടെ തലോടുന്നൊക്കെ നമ്മുടെ ഗോമതി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വൈകുന്നേരമാണ്, രാത്രിയായി. നമ്മുടെ ആനന്ദ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ ബാലന് വല്ലാത്ത വിഷമാവുണ്ടത് കാണുമ്പോൾ. അങ്ങനെ ബാലൻ വന്നങ്ങായിട്ട് മകനോട് ആത്മാർത്ഥമായിട്ട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? എനിക്കൊരു വിഷമമില്ല അച്ഛാ, അച്ഛനങ്ങനെ പറയാൻ, അച്ഛൻ എന്നോട് ഇങ്ങനെ മാപ്പൊന്നും പറയണ്ട, അത് അവർക്കത് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മോനോട് ഒരു തെറ്റ് ചെയ്ത പോലെയാണ് അച്ഛന് തോന്നുന്നത്. നിങ്ങളെ ഇപ്പോഴും വലിയതായിട്ട് അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങളിപ്പോഴും എൻ്റെ മനസ്സിൽ കുട്ടികളാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജീവിതം നല്ലതാവോ ചീത്തയാവോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ കൊണ്ടൊക്കെ ഇനി ഓരോന്ന് സംഭവിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ അച്ഛൻ മാപ്പ് പറഞ്ഞങ്ങായിട്ട് അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ കടയിലാണ് ബാലൻ നമ്മുടെ രാമേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ആ സമയത്ത് പറയും, ഞങ്ങൾ ഇന്നലെ ആകെ തകർന്നിരിക്കുകയായിരുന്നു രാമേട്ട. തകർന്നെന്ന് വെച്ചാൽ ഞങ്ങൾ വീണ് പോയൊരവസ്ഥയായിരുന്നു. പക്ഷേ അതൊരു 5 മിനിറ്റൊക്കെ ഉണ്ടായുള്ളൂ. അതിന് ശേഷം ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ബാലാന്ന് ചോദിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനാക്ഷി ഞങ്ങളെ പിടിച്ചു ഉയർത്തി, മീനാക്ഷി ഞങ്ങളുടെ അഭിമാനം കാത്ത്, മീനാക്ഷി പെണ്ണിൻ്റെ അച്ഛനെ വിളിച്ച് പറയാനുള്ളതൊക്കെ നേരിട്ട് 4 വർത്താനം അങ്ങോട്ട് പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷമായിരുന്നു പറഞ്ഞപ്പോൾ അവൾ ആകാശിൻ്റെ ഭാഗ്യം തന്നെയാണ് രാമേട്ട, അതെനിക്ക് മനസ്സിലായി. നല്ല തൻ്റെ ആയിട്ടുള്ള പെൺകുട്ടീന് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ബാല, അത് അവൾ കുടുംബം നോക്കാൻ പറ്റിയ പെൺകുട്ടിയെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നിന്നോട് ഞാനത് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാമേട്ടന് മീനാക്ഷിനെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ രാമേട്ടൻ മീനാക്ഷിനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു സത്യമാണ്, അതാണ് എൻ്റെ ആകാശിൻ്റെ ഭാഗ്യം തന്നെയാണ് മീനാക്ഷി, അവളെ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമായി. എന്താണെന്നറിയില്ല രാമേട്ട, അവൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി പോലെ ഒരു വെളിച്ചം ആ വീട്ടിലുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട് എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങനെയാണ് ബാല. അവൾക്ക് നല്ല പക്വതയും നല്ല പക്വതയുള്ളൊരു പെണ്ണാണ് അവൾ അതെന്ന് പറഞ്ഞ്. എന്തായാലും ബാലന് മീനാക്ഷിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ല, സന്തോഷം എന്ന് പറയും. ആ സമയത്ത് ഫോൺ വരുന്നുണ്ട്, ബ്രോക്കറാണ്. എന്താ വേറെ വല്ല ആലോചന ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതിൽ 2 കാര്യങ്ങൾ പറയാനാണ് ബാലേട്ടൻ ഞാൻ വിളിച്ചത്. അപ്പോൾ പറയുന്നപ്പോൾ ഇത് നമ്മൾ രണ്ടാളല്ലാണ്ട് വേറെ ആരും അറിയരുത്, കടയിൽ ആകാശമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല, പറഞ്ഞോളാൻ പറയും. എന്നാൽ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. നമ്മുടെ ഒന്ന് ബാലേട്ടനോട് പെണ്ണിൻ്റെ അച്ഛൻ മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, രണ്ടാമത്തെ കാര്യം ഒന്ന് ചോദിക്കും. രണ്ടാമത്തെ കാര്യം, ബാലേട്ടൻ നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം മുടക്കിയത് ഗോമതി ചേച്ചിയുടെ ഇളയ ആങ്ങള അച്യുതോർമ്മേനി, അയാളുടെ കൂട്ടുകാരനാണ് ഇയാൾ പെണ്ണിൻ്റെ അച്ഛൻ, അതുകൊണ്ടാണ് വിവാഹം മുടക്കിയെന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമം വന്നത്. നമ്മളല്ലാണ്ട് ഇത് വേറെ ആരും അറിയരുതെന്നൊക്കെ പറഞ്ഞ് ശരിയില്ല എന്ന് പറയും. അതിനുശേഷം രാമേട്ടൻ എന്താ ബാല, എന്താ നിനക്ക് പെട്ടെന്ന് നിൻ്റെ സന്തോഷമൊക്കെ പോയല്ലോ എന്ന് വെച്ചപ്പോൾ രാമേട്ടനോട് കാര്യം പറയുന്നുണ്ട്. രാമേട്ടനോട് പറയുന്നുണ്ട്, സാരില്ല രാമേട്ട, ഞാൻ അവരെ തോൽപ്പിക്കുമ്പോൾ അവരിൽ ഒരാൾക്കോ വേദനിക്കാറുള്ളൂ, അവരെ കുടുംബമടക്കം വേദനിക്കാറില്ല എന്തെങ്കിലും പറയുമ്പോൾ. ഇതിപ്പോൾ എന്നെ അല്ല എൻ്റെ കുടുംബത്തുള്ളവരെ മുഴുവൻ വേദനിപ്പിച്ചവർ, സാരില്ല അയാൾ അനുഭവിക്കും, അതിനൊക്കെ അവർ അനുഭവിക്കുമായിരിക്കും എന്നും പറഞ്ഞിങ്ങനെ ബാലൻ വളരെ വിഷമത്തോടെ ഇങ്ങനെ രാമേട്ടനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.